അതൊക്കെ നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ. അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. എനിക്കതങ്ങ് ഇഷ്ടമായി. സത്യത്തിൽ ആ നേരത്തെ അമ്പിയമ്മയുടെ കാല് കണ്ട് പൂവിട്ട് തൊഴാൻ തോന്നി. പിന്നെന്താ അങ്ങനെയെങ്കിലും ചെയ്യാഞ്ഞേ? മദറിലായ എപ്പോഴേ കയറി മണിയടിക്കാണെന്ന് മറ്റോ എല്ലാവർക്കും തോന്നിയാലോ. ഒന്നൂടെ വേണ്ട. കഴിഞ്ഞ വെക്കേഷൻ ആയിരുന്നു കാഞ്ഞു പോയത്. ഷീന വരുമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇങ്ങ് വന്നു. കാത്തു നൊടുവിലിതാ നാളുമാരുടെ നീട്ടിപ്പിടിച്ചൊരു കത്ത്. വരുന്നില്ല എന്ന്. എനിക്കെന്നുണ്ടായ ഒരു അരിശം. കത്ത് വന്നെന്ന് പറഞ്ഞ് പിറ്റേന്ന് സ്ഥലം വിടാനൊക്കൂ? അമ്മമ്മ വിടൂ? എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? എന്നിട്ട് എന്താ ചെയ്തേ? പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടു. ഒറ്റ മുങ്ങല്. എനിക്ക് വേണ്ട സ്റ്റൈല് കാണുമ്പോഴാ. എന്ത് സ്റ്റൈല്? പാവം കുട്ടി. എന്ത് പാവം? എന്തായി പാവം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാ നൈസ്, അത്രേ ഉള്ളൂ. That's exactly what I'm asking. What's so nice about this? അമ്മ വിളിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോ അമ്മയോ എന്റെ അമ്മയോ? ഷിനുവിന്റെ അമ്മ. ചീത്ത പറയാനായിരിക്കും. അതെ. See her joy of the whole episode. എന്ത് ചേ? If you have some soft corner towards her, please don't try to show it's uglier in my presence. എന്നെ എവിടെയും കണ്ടില്ല എന്നൊന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അങ്ങനെ പറയാം. നീ എന്താ കുട്ടി വിചാരിച്ചിരിക്കുന്നേ? അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അസലായിട്ട് മനസ്സിലാവും. പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കുന്ന പെണ്ണ. SSLC വരെ പഠിച്ച അമ്മമാരുടെ കോൺവെന്റില്ല. എന്നേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല ചേസ്റ്റ് ഇംഗ്ലീഷ്. കള്ളം. കള്ളമല്ല. ഏയ് അമ്മിണി, could you follow us? Could you follow what we were talking? Yes, I could. Everything? Every word. ദൈവമേ, ഞാനും മീനും കൂടി എന്തൊക്കെയായി കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ ചോദിച്ചാലിപ്പോ എന്തിനാ നമ്മളെല്ലായി കിടന്ന് കഷ്ടപ്പെടുന്നത്? സ്വന്തം കുട്ടികളെ നല്ല നിലയിലാക്കി എടുക്കാൻ, നല്ല രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ എന്റെ പ്രോഗ്രാം പറയുക. ഫ്ലാറ്റ് ശരിയായാലുടനെ ബിന്ദു കുട്ടികളെയും കൊണ്ടിഞ്ഞു പോരും, അവളുടെ ജോലിയും കളഞ്ഞിട്ട്. എനിക്കും ഏറിയാൽ 1-2 കൊല്ലത്തിനുള്ളിൽ പോരേണ്ടി വരും. ബാംഗ്ലൂരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ലൈനും തുടങ്ങി സ്വസ്ഥമായിട്ടിരിക്കാം. ഇവിടെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ലൈനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാം. അപ്പൊ പിള്ളേരെ പഠിത്തം? ഞാനും നീയും ഒക്കെ പഠിച്ച സ്കൂളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അതും കുറെ കൂടെ ബെറ്റർ കണ്ടീഷനിൽ. ചേട്ടൻ എത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങിയാൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടന്റെ കുട്ടികളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്ത എന്താ? അവരുടെ തള്ളയ്ക്കും തന്തയ്ക്കും ജോലി ബാംബെയിലായതുകൊണ്ട്. എന്നാൽ ഈ പിള്ളേരുടെ തന്തയും തള്ളയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള സൗകര്യമില്ല. പിന്നെ നമ്മുടെ കാലത്തെ പഠിത്തമല്ല ഇപ്പോഴത്തെ പഠിത്തം. കോമ്പറ്റീഷന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോണം. എനിക്കാകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. അമ്മയുടെ പിറന്നാൾ കഴിയുന്നത് വരെ ഇക്കാര്യം ആരും എടുത്തിടാതെ ഒന്ന് നോക്കിയാൽ തരക്കെടില്ല. അതുവരെയെങ്കിലും അവരൊന്ന് ഹാപ്പി ആയിട്ട് നടന്നോട്ടെ. ഇന്നലെയും കൂടെ എന്നോട് പറയായിരുന്നു, എല്ലാരും കൂടെ ഒത്തുകൂടിയ ഇതുപോലൊരു പിറന്നാള് 6-7 കൊല്ലം മുമ്പായിരുന്നത്. ഷീനു, hey, ഷീനു. What man? Hi. ഉറങ്ങയില്ല, മറ്റുള്ളവർ ഉറങ്ങായിട്ട് സമ്മതിക്കില്ല.
ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മമ്മയുടെ പിറന്നാളിന് മുമ്പ് അവള് ക്രാവിനെ തരുമെന്ന്. അവക്കറിയാം. പശുവിന്റെ കുട്ടി എനിക്ക് തുടരുത് തുടരുത്, എനിക്ക് കുഞ്ഞാ. അമ്മമ്മ കാണിച്ചു തരാം. വാ. കണ്ട കുഞ്ഞുമാവ പാല് കുടിക്കുന്നത് കണ്ട. ഞാൻ ഈ കുട്ടിയുടെ ജന്മനാളാണ് ഇന്ന്, അല്ലേ? ആ ചേച്ചിയോ? ഞാനും നിന്റെ നാള് പറഞ്ഞ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അമ്മണി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചേച്ചി ഇന്ന് കൊടുത്തു കാണുമെന്ന്. ഗോപനും പിള്ളേരും ഒക്കെ വന്നു, അല്ലേ? വന്നു ചേച്ചി. കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സന്ധ്യപാട് അങ്ങോട്ട് വരാം. ഓ, നീ വരുന്നു. എപ്പോഴും എപ്പോഴും ഈ വരുന്നു എന്ന് പറയുന്നതല്ലാതെ. ഇന്ന് എന്തായാലും വരാൻ ചേച്ചി. ചേച്ചി ഉണ്ണാൻ വരുമല്ലോ. നീ ബോംബെക്കോ മറ്റോ പോകാൻ പോവുകയാണോ? ഞാനോ? ആ, ആരോ അവിടെ പറഞ്ഞ പോലെ. ഞാനിപ്പോ എന്തിനാ ബോംബെ പോന്നേ? നാരായണൻകുട്ടിയും കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവൻ പോകുമ്പോ? ഓ, ഞാനൊന്നുമില്ല. ഒരിക്കൽ പോയി നിന്നതേ മതിയായി. ഷോ, അവന് ചിലപ്പോ അങ്ങനെ ഒരാശ കാണും. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ.